നമസ്കാരം. കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ വികാസ തത്വങ്ങൾ എന്നൊരു പാഠഭാഗം ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ MCQ ആണ്. സൈക്കോളജിയുടെ ആദ്യത്തെ 1-2 ഭാഗം നിങ്ങൾ കാണുക. DLED ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണിത്. ഇപ്പോൾ 30 ചോദ്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 3 വയസ്സുകാർക്ക് സാധാരണയായി എത്ര വസ്തുക്കൾ വരെ എണ്ണാൻ കഴിയും? ഓപ്ഷൻ A 10, B 3, C 5, D 1. ശരി ഉത്തരം ഓപ്ഷൻ B ആണ്, 3 വസ്തുക്കൾ. രണ്ടാമത്തെ ചോദ്യം, ത്രികോണം വരയ്ക്കാനുള്ള ശേഷി ആർജിക്കുന്നത് ഏത് വയസ്സിലാണ്? ഓപ്ഷൻ A 3, B 4, C 5, D 2. ശരി ഉത്തരം ഓപ്ഷൻ C ആണ്, 5 വയസ്സിൽ. മൂന്നാമത്തെ ചോദ്യം, ഒറ്റക്കാലിൽ നടക്കുവാനും ചാടുവാനും തുടങ്ങുന്നത് ഏത് വയസ്സിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ A ആണ്, 4 വയസ്സിൽ. നാലാമത്തെ ചോദ്യം, വികാസം ശിരോഭാഗത്തിൽ നിന്ന് പാദങ്ങളിലേക്ക് എന്ന ക്രമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ A വിളംബിത വികാസം, B സ്ഥൂല വികാസം, C ശിരോപാദ വികാസം, D ഏകപാർശ്വ വികാസം. ശരി ഉത്തരം ഓപ്ഷൻ C ആണ്, ശിരോപാദ വികാസം. അടുത്ത ചോദ്യം, ഭയത്തിന്റെ സാങ്കല്പിക രൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന വികാരം ഏതാണ്? ഓപ്ഷൻ A കോപം, B ആകുലത, C സ്നേഹം, D ജിജ്ഞാസ. ശരി ഉത്തരം ഓപ്ഷൻ B ആണ്, ആകുലത. അടുത്ത ചോദ്യം, കത്രിക ഉപയോഗിച്ച് പേപ്പർ മുറിക്കാൻ കഴിയുന്നത് ഏത് പ്രായത്തിലാണ്? ഓപ്ഷൻ A 3 വയസ്സ്, B 4 വയസ്സ്, C 2 വയസ്സ്, D 6 വയസ്സ്. ശരി ഉത്തരം ഓപ്ഷൻ B 4 വയസ്സിൽ. ഏഴാമത്തെ ചോദ്യം, നവജാത ശിശുക്കളിൽ ഏത് വൈകാരിക അവസ്ഥ മാത്രമാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ A സ്നേഹം, B സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ്, C പേടി, D ദേഷ്യം. ശരി ഉത്തരം ഓപ്ഷൻ B ആണ്, എക്സൈറ്റ്മെന്റ്. എട്ടാമത്തെ ചോദ്യം, ചതുരം വരയ്ക്കാൻ പഠിക്കുന്നത് ഏത് വയസ്സിലാണ്? A 4, B 3, C 5, D 6 വയസ്സ്. ശരി ഉത്തരം ഓപ്ഷൻ A ആണ്, 4 വയസ്സിൽ. അടുത്ത ചോദ്യം, വള്ളിച്ചാട്ടം അല്ലെങ്കിൽ സ്കിപ്പിംഗ് ചാടുവാൻ ഉള്ള ശേഷി ആർജിക്കുന്നത് ഏത് വയസ്സിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ C 5 വയസ്സ്. ഭാഷയുടെ സവിശേഷമായ വികാസവും ചോദ്യം ചോദിക്കൽ സ്വഭാവവും മൂർധന്യത്തിലെത്തുന്നത് എപ്പോൾ? ശരി ഉത്തരം ഓപ്ഷൻ C 5 വയസ്സിൽ. 11ാമത്തെ ചോദ്യം, പെട്ടെന്ന് മാറിപ്പോകുന്ന ശിശുവികാരയുടെ സ്വഭാവത്തെ എന്ത് വിളിക്കുന്നു? A ക്ഷണികത, C ചഞ്ചലത, D ആവർത്തി. ശരി ഉത്തരം ഓപ്ഷൻ C ആണ്, ചഞ്ചലത. ജിജ്ഞാസ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി എന്നാൽ എന്ത്? A പേടി, B സ്നേഹം, C അറിയുവാനുള്ള താല്പര്യം, D അസൂയ. ശരി ഉത്തരം ഓപ്ഷൻ C ആണ്, അറിയാനുള്ള താല്പര്യം. അടുത്ത ചോദ്യം, വിളംബിത ചാലക വികാസത്തിനുള്ള ഒരു കാരണം ഏതാണ്? അമിത പ്രായം, B അഭ്യാസക്കുറവ്, C അമിത ബുദ്ധി, D കളി താല്പര്യം. ശരി ഉത്തരം ഓപ്ഷൻ B ആണ്, അഭ്യാസക്കുറവ്. 14ാമത്തെ ചോദ്യം, കാതറിൻ ബ്രിഡ്ജസ് ഏത് വൈകാരിക അവസ്ഥയെയാണ് നവജാത ശിശുക്കളിൽ കണ്ടെത്തിയത്? ഓപ്ഷൻ A ഡിസ്ട്രസ്, B ഡിലൈറ്റ്, C എക്സൈറ്റ്മെന്റ്, D ഫിയർ. ശരി ഉത്തരം ഓപ്ഷൻ C ആണ്, എക്സൈറ്റ്മെന്റ്. 3 വയസ്സുകാർ വരയ്ക്കാൻ താല്പര്യം കാണിക്കുന്ന ജാമിതീയ രൂപം ഏതാണ്? A വട്ടം, B ത്രികോണം, C ചതുരം, D നക്ഷത്രം. ശരി ഉത്തരം ഓപ്ഷൻ A ആണ്, വട്ടം. വികാസം സ്ഥൂല ചലനങ്ങളിൽ നിന്ന് സൂക്ഷ്മ ചലനങ്ങളിലേക്ക് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ A ശാരീരിക വികാസം, B ചാലക വികാസ തത്വം, C സാമൂഹിക വികാസം, D ഭാഷാ വികാസം. ശരി ഉത്തരം ഓപ്ഷൻ B ആണ്, ചാലക വികാസ തത്വം. 17ാമത്തെ ചോദ്യം,
സ്വന്തമായി വസ്ത്രം ധരിക്കുവാനും അഴിക്കുവാനും കുട്ടികൾ പ്രാപ്തരാക്കുന്നത് ഏത് വയസ്സിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി 5 വയസ്സ്. 18ാമത്തെ ചോദ്യം. തനിക്ക് ലഭിക്കേണ്ട പരിഗണന മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം ഏതാണ്? ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി ആനന്ദം, ഓപ്ഷൻ സി അസൂയ, ഓപ്ഷൻ ഡി പേടി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അസൂയ. 19ാമത്തെ ചോദ്യം. ഒരു കുട്ടി എത്ര വയസ്സിലാണ് പ്രൈമറി വിദ്യാഭ്യാസത്തിന് പാകത വരുന്നത്? ഓപ്ഷൻ എ 3 വയസ്സ്, ബി 4 വയസ്സ്, സി 5 വയസ്സ്, ഡി 7 വയസ്സ്. ശരി ഉത്തരം 5 വയസ്സ് എന്നുള്ളതാണ്. നിലവിലെ അവസ്ഥ വെച്ചിട്ട് അത് LP ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് 6 വയസ്സിലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. ചിത്രകഥകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യം കാണിക്കുന്നത് ഏത് വയസ്സിലാണ്? ഓപ്ഷൻ എ 4 വയസ്സ്, ബി 3 വയസ്സ്, സി 2 വയസ്സ്, ഡി 6 വയസ്സ്. ചിത്രകഥകൾ കേൾക്കാൻ താല്പര്യം വീണ്ടും വീണ്ടും കാണിക്കുന്നത് എ 4 വയസ്സ് ഉള്ളപ്പോഴാണ്. അടുത്ത ചോദ്യം. ശിശുവികാരങ്ങൾ തീവ്രങ്ങളാണ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എ പെട്ടെന്ന് മറക്കും, ബി നിസാര കാര്യത്തിനും ശക്തമായി പ്രതികരിക്കും, സി വികാരത്തെ കാണിക്കില്ല, ഡി എപ്പോഴും സന്തോഷിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശക്തമായി പ്രതികരിക്കും. 22ാമത്തെ ചോദ്യം. ദ്വിപാർശ്വത്തിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് എന്ന തത്വം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ സംസാരശേഷി, ബി കൈകളുടെ ഉപയോഗം, സി ബുദ്ധി വികാസം, ഡി സാമൂഹിക വികാസം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൈകളുടെ ഉപയോഗം. ആദ്യം കുട്ടി 2 കൈയും ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ അത് പിന്നീട് ഏകപാർശ്വത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അടുത്ത ചോദ്യം. അസ്വസ്ഥത്തിൽ നിന്ന് അസൂയ വികസിക്കുന്നത് എത്ര മാസത്തിലാണ്? എ 12 മാസം, ബി 6 മാസം, സി 18 മാസം, ഡി 24 മാസം. ഇത് നമ്മുടെ ഡിയിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. സി 18 മാസം അല്ലെങ്കിൽ 1.5 വയസ്സ് എന്നാണ്. കളിപ്പാട്ടങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങുന്ന പ്രായം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 5 വയസ്സ്. സാങ്കല്പിക വായനയും എഴുത്തും നടത്തുന്നത് എന്തിന്റെ ലക്ഷണമാണ്? എ ഓർമ്മക്കുറവ്, ബി പഠന വ്യഗ്രത, സി അഭ്യാസക്കുറവ്, ഡി വാശി. ശരി ഉത്തരം ബി ആണ്, പഠന വ്യഗ്രത. ഉച്ചത്തിലുള്ള ശബ്ദം, ഇരുട്ട് എന്നിവ കുട്ടികളിൽ ഏത് വികാരം ഉണ്ടാക്കുന്നു? എ സ്നേഹം, ബി ഭയം, സി ആനന്ദം, ഡി കോപം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭയം. അടുത്ത ചോദ്യം. നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനും അവ ലംഘിക്കുന്നതുവരെ പരാതി പറയുന്നതിനും ശ്രമിക്കുന്നത് ഏത് വയസ്സിലാണ്? സി 5 വയസ്സ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് എളുപ്പമാണോ? അതെ, അല്ല, ചിലപ്പോൾ, അറിയില്ല. കുട്ടികൾക്ക് അല്ല, വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നത് എളുപ്പമല്ല. 29ാമത്തെ ചോദ്യം. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് സംസാരിച്ച പുരാതന ചിന്തകൾ ആരുടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടില്ല. ശരി ഉത്തരം അരിസ്റ്റോട്ടിലാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ ദ്രുതഗതിയിലുള്ള വികാസം നടക്കുന്നത് ഏത് പ്രായഘട്ടത്തിൻ്റെ അകത്താണ്? 3 മുതൽ 6 വയസ്സ് വരെ, ബി 10 മുതൽ 15 വയസ്സ് വരെ, സി 0 മുതൽ 1 വയസ്സ് വരെ, ഡി 20 വയസ്സിന് ശേഷം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 മുതൽ 6 വയസ്സ് വരെ എന്നുള്ളത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, താങ്ക്